കപ്പിൾസിനെ അങ്ങ് വെൽക്കം ചെയ്യാം. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. കപ്പിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കാദർക്ക് മാത്രമേ ഉള്ളൂല്ലോ, എവിടെ കപ്പിൾ എവിടെ? അവളെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഒരുപാട് കേസുകളുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് 14 കേസ് ഉണ്ടായിട്ടുണ്ട്. നിക്കാഹ് കഴിഞ്ഞിട്ട് 1 വർഷം ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലേ? നിക്കാഹ് കഴിഞ്ഞിട്ട് 1 വർഷം ഗ്യാപ്പ് ഉണ്ട്. ഞാൻ ചെറുപ്പം മുതലേ പറയായിരുന്നു എനിക്ക് സ്വന്തമായിട്ട് വീട് വെച്ചതിന് ശേഷം ഞാൻ കല്യാണം കഴിക്കത്തുള്ളൂ. അപ്പോൾ എന്നോട് ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ഒരിക്കലും ക്യാമറയ്ക്ക് മുമ്പിൽ വരില്ല, നിങ്ങൾ എന്നെ അങ്ങനെ പ്രതീക്ഷിക്കരുത്. പുള്ളിക്കാരിക്ക് താല്പര്യമില്ല. വരുന്നോ? തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? കാദർ കരിപ്പൊടിയുടെ മൊഞ്ചന്റെ മൊഞ്ചത്തി നമ്മളുടെ മുന്നിലേക്ക് വന്നിട്ട് ഒരു ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്താ ഈ ബോൾഡ്നെസ് അല്ലാതെ? എന്റെ വാപ്പിച്ച് എങ്ങനെയാണ് നോക്കണം അതുപോലെ തന്നെ അവിടെ ഭയങ്കര കാര്യമായിട്ട് തന്നെ നോക്കി. അതിന് ഭയങ്കര തൃപ്തിയായിരുന്നു എനിക്ക്. കാദർ കരിപ്പൊടി ഒരുപാട് സ്ത്രീധനം വാങ്ങി കല്യാണം കഴിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ്, അവളുടെ കഴുത്തിലുള്ള സ്വർണ്ണം ആരാണ് ഇട്ടത്? അവളുടെ ഉപ്പ അവൾക്ക് കുറേ സ്വർണ്ണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ വാങ്ങിയിട്ടില്ല, എനിക്കങ്ങനെ വാങ്ങേണ്ട ആവശ്യമില്ല. അല്ല, സ്നേഹം വരുമ്പോഴേക്കൊക്കെ എന്താ വിളിക്കാറ്? ബേബി ബേബി വിളിക്കാം. ബേബി എന്താ പ്ലീസ്. ഹായ് ബേബി. നിങ്ങളിപ്പം ആദ്യം പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? അത് ഞങ്ങൾക്കിടയിൽ ഒരു സീക്രട്ടാണ്. ഞാനും പുള്ളിക്കാരിയോട് നിങ്ങളെ പോലെയുള്ള ഒരാളെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി തിരിച്ചെന്നോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും നിങ്ങളെ പോലെയുള്ള ഒരാളെയാണ് ആഗ്രഹിക്കുന്നത്. ഏറ്റവും കൂടുതൽ ക്യാഷ് സ്പെൻഡ് ചെയ്യുന്നത്? അതെയാ പറയാം. ആരാ? ഇക്കാക്ക. എന്താ കാക്കാക്കാണ് ആവശ്യമുള്ളതൊക്കെ. അറുത്ത കൈക്കുപ്പ് വെക്കില്ല. അതായിരുന്നു എന്റെ അടുത്ത ചോദ്യം. ഏറ്റവും പിഷ്കാർക്ക? ഇംഗ്ലീഷ് കഫേയുടെ വാട്സ്ആപ്പ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളിലൂടെ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഇംഗ്ലീഷ് കഫേയിലുണ്ട് നമ്മുടെ ആവശ്യം അറിഞ്ഞുള്ള കോഴ്സുകൾ ഏറ്റവും മികച്ച പേഴ്സണൽ മെന്റർഷിപ്പിൽ. ഇനി ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം വാട്സ്ആപ്പിലൂടെ. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. ഹായ്, ഹലോ. വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെയുള്ള ഒരു ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ തന്നെ നമുക്കൊരു വ്യത്യസ്തമായൊരു ദൃശ്യാനുഭവം സമ്മാനിച്ച ഒരാളാണ്. മലയാളി യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ നികേഷ് കുമാർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. വളരെ ചൂടുള്ള വാർത്തകളൊക്കെ ആ ചൂട് പോകുന്നതിന് മുന്നേ തന്നെ നമ്മളിലേക്ക് എത്തിക്കുന്ന വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു യൂട്യൂബറാണ് നമ്മുടെ കാദർ കരിപ്പൊടിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. കൂടെ ഒരു സസ്പെൻസ് ഗസ്റ്റ് കൂടിയുണ്ട്. ആരാണെന്ന് നമ്മൾ വഴിയെ പറയുന്നതായിരിക്കും. എന്നാലും നമുക്ക് ആ കപ്പിൾസിനെ അങ്ങ് വെൽക്കം ചെയ്യാം. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. കപ്പിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കാദർക്ക് മാത്രമേ ഉള്ളൂല്ലോ, എവിടെ കപ്പിൾ എവിടെ? അവളെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് ആദ്യം തന്നെ ഇൻട്രോയില നികേഷ് കുമാർ എന്നുള്ള പരാമർശം ഇഷ്ടമില്ല എന്നല്ല, അദ്ദേഹം അത് കേൾക്കേണ്ട എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം, എൻ്റെ വൈഫ് പുള്ളിക്കാരി ക്യാമറ ഭയങ്കര പേടിക്കുന്ന ഒരാളാണ്. അപ്പൊ നമ്മള് ഈ ചെറുപ്പത്തിൽ ഈ പട്ടിക്കുട്ടീനെയൊക്കെ കാണിച്ചിട്ട് പേടിപ്പിക്കില്ലേ, അതേപോലെ ഞാൻ അവളെ ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഓടും. അപ്പൊ അതുകൊണ്ട് അവള് ക്യാമറയുടെ മുന്നിൽ വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ കല്യാണത്തിന്റെ വീഡിയോയിൽ എങ്ങനെ വന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. അത് വന്നത് എനിക്കും എൻ്റെ ഏത് കയ്യപ്പ, എൻ്റെ വലം കൈ, എൻ്റെ ലെഫ്റ്റ് കൈക്ക് എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കും. അത്രത്തോളം പേടിയാണ്. പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോയിലെടുത്ത് എനിക്ക് അയച്ചു തരും എന്നല്ലാതെ ഒരു ഇന്റർവ്യൂ മറ്റുള്ള പരിപാടികളോടൊക്കെ വല്ലാത്തൊരു താല്പര്യക്കുറവ്. പിന്നെ നമ്മളായിട്ട് നിർബന്ധിക്കണ്ടല്ലോ, ഇത് എന്തിനാടി ഇരുന്ന് വാങ്ങുന്നത്. പക്ഷേ നമ്മുടെ ഇന്റർവ്യൂവിന്റെ ഇടയിൽ ആള് വരും അല്ലേ? വരും എന്ന് പ്രതീക്ഷിക്കാം. വരുമായിരിക്കും. വരണേടാ. ഓക്കെ. അപ്പോൾ ഇപ്പൊ ആക്ച്വലി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി നിൽക്കുന്ന കപ്പിൾസ് ആണ് നിങ്ങൾ രണ്ടുപേരും. അപ്പോൾ ലവ് സ്റ്റോറി ആണെന്ന് അറിയാം. എങ്ങനെയായിരുന്നു ആ മൊഞ്ചത്തി കുട്ടീനെ കണ്ടത്? ഞാന് ഇതെന്താ നിങ്ങള് ഗേൾസിന് മാത്രം മൊഞ്ചത്, ഇപ്പൊ പുരുഷന്മാര് മൊഞ്ചനല്ലേ? മൊഞ്ചൻ എങ്ങനെ മൊഞ്ചത്തി കുട്ടീനെ കണ്ടത്? ഓക്കെ. അതായത് ഒന്നുമില്ല, ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പുള്ളിക്കാരി ഇൻസ്റ്റാഗ്രാമിൽ ഒരു ടെക്സ്റ്റ് അയക്കുകയും അത് ഈ പറയപ്പെടുന്നത് പോലെ ഇതൊന്നുമല്ല, ഒരു വിഷയം, ഇന്ന് ഈ വിഷയത്തിൽ എന്താ നിങ്ങള് ഇങ്ങനെ സംസാരിച്ചതെന്ന് ചോദിക്കുകയും അപ്പൊ ആ ചോദിച്ച രീതി എനിക്ക് ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. കാരണം അങ്ങനെ ആരും എന്നോട് ചോദിച്ചിട്ടില്ല.
അത് ഭയങ്കര ഒരു പോയിന്റാണ് ചോദിച്ച കാര്യം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇങ്ങനെയും ആൾക്കാർ ചിന്തിക്കുന്നുണ്ടോ. അപ്പോൾ അത് ചോദിച്ചതിന് ശേഷം പിന്നെ നമ്മളങ്ങനെ സ്വാഭാവികമായിട്ടും ചാറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നല്ല രീതിയിൽ ചാറ്റ് ചെയ്തു. പിന്നെ പരസ്പരം ഇഷ്ടപ്പെട്ടു. രണ്ടുപേർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരേപോലെ ഇഷ്ടപ്പെട്ടപ്പോൾ പിന്നെ അവള് സ്വാഭാവികമായിട്ട് അവളുടെ വീട്ടിൽ പറഞ്ഞു. ഈ പ്രണയം എന്നൊക്കെ പറയുമ്പോൾ അടി ഇടി പിടി എന്നൊന്നുമില്ല. അവളുടെ വീട്ടിൽ പറഞ്ഞു. അവളുടെ വീട്ടിൽ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ബ്രദറിനോട് പറഞ്ഞു. അപ്പം ബ്രദർ എന്നോട് പറഞ്ഞു, ഓക്കെ, ഈ 350 കിലോമീറ്റർ ഉണ്ടല്ലോ, ഇതൊരു വലിയ വിഷയമാണ്. എങ്ങനെ ഈ 350 കിലോമീറ്റർ പോകും എന്നുള്ളതായിരുന്നു ചർച്ച. അല്ലാതെ എന്തിനു നീ അവളെ പ്രണയിച്ചു, അല്ലെങ്കിൽ അവൾ എന്തിനു എന്നെ പ്രണയിച്ചു എന്നുള്ള ചർച്ച ഒന്നുമില്ല. കാരണം ഇവളുടെ ഉമ്മ എൻ്റെ വീഡിയോ കാണാറുണ്ട്, ഉപ്പ എൻ്റെ വീഡിയോ കാണാറുണ്ട്. ഈ 350 കിലോമീറ്റർ ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെങ്കിലും ഒരു കേരളയിൽ വന്നാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ഹൈവേയുടെ പണി ഒന്ന് തീർന്നാൽ മതി. അത് നമ്മ ഇങ്ങനെ പറയാലോ. ഇത് എവിടെ പോയാലും ഒന്നും നടക്കുന്നില്ല. കേരളയിൽ വരുമ്പോൾ കേരളത്തിനെതിരെ സമരം വരുന്നു. അപ്പൊ അത് നടക്കുന്നില്ല. പിന്നെ റോഡിന്റെ പണിയാണെങ്കിൽ അതും നടക്കുന്നില്ല. അപ്പോൾ 350 കിലോമീറ്ററിൽ പെൻഡിങ് ആയി നിന്നു. അവസാനം ഇവര് അവിടെ നിന്നൊരു പട എന്നെ കാണാൻ വേണ്ടിയിട്ട് കാസർകോട്ടേക്ക് വന്നു, എറണാകുളത്ത് നിന്ന്. അപ്പൊ അവരിങ്ങനെ കാസർകോട്ടേക്ക് വന്നിട്ട് എന്നെ വിളിച്ചു, എൻ്റെ വീട്ടിലേക്ക് വന്നു, എൻ്റെ പരിസര പ്രദേശങ്ങളിൽ എന്നെ കുറിച്ച് അന്വേഷിച്ചു. അതോടുകൂടി ഞാൻ തീരുമാനിച്ചു ഇതിൽ ഇനി നടക്കൂല. പക്ഷെ എന്തോ ഇങ്ങനെ വലിയ ഭാഗ്യം എന്നൊക്കെ പറയാറില്ലേ, എന്തോ ഇവളുണ്ടല്ലോ, ഇവളുടെ വാപ്പ എന്നോട് പറഞ്ഞു, എല്ലാവരും നല്ല തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, അതിലൊന്നും നമുക്ക് പ്രശ്നം, നമുക്ക് കിലോമീറ്റർ പ്രശ്നമാണ്. പിന്നെ എനിക്ക് ഈ കിലോമീറ്റർ പോയി ആൾക്കാരെങ്ങനെ എന്നെ കുറിച്ച് ഇത്രയും പോസിറ്റീവായി പറഞ്ഞു എന്നുള്ളത്, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിയിട്ടുണ്ട്. കാരണം എനിക്ക് ഒരുപാട് കേസുകളുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് 14 കേസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നാട്ടിലെ എല്ലാ പ്രതിഷേധവും സമര പരിപാടികളിലൊക്കെ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ പല രീതിയിലുള്ള വിഷയത്തിൽ ഇടപെടുന്ന ഒരാളാണ്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു നെഗറ്റീവ് ആരും പറഞ്ഞില്ല എന്നുള്ളത്, അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇവര് വന്ന സമയത്ത് അങ്ങനെ ആരും പറഞ്ഞില്ല. നെഗറ്റീവ് ഇല്ല എന്നല്ല, നെഗറ്റീവ് ഒരുപാടുണ്ട്. പക്ഷെ ആ സമയത്ത് ഇവർക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. അതൊക്കെയാണ് ഈ എന്ത് പറയുന്നത് ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പൊ നേരെ അവിടെ പോയി. പിന്നെ പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ടു, ഓക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ അവിടെ പോയി. നിങ്ങൾ കണ്ട റിസപ്ഷനാണ്, നിക്കാഹ് ഉണ്ടായിരുന്നു. നിക്കാഹ് ഇവിടെയായിരുന്നു, കൊച്ചിയില്. അതും ഒരു വല്ലാത്തൊരു സംഭവമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചിയിലെ പൊതുവെ സിറ്റിയിൽ ഭയങ്കര ട്രാഫിക് ഉണ്ടായി. പെരുമ്പാവൂർ സിറ്റി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം റഷൊക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾക്ക് 7 മണിക്കാണ് നിക്കാഹ് പറഞ്ഞത്. അപ്പം നമ്മുടെ ഒരു കാസർഗോഡൻ സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു 6:55 നമ്മൾ ഇറങ്ങും. ഓക്കെ, അതേപോലെ ഞാൻ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ നിസ്കരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഓഫർ ഉണ്ട്, ജമ്മും കെസറും ചെയ്യുക എന്ന് പറയും. ഈ സാധനം ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, മഗ്രിബ് ഇഷയും ഒന്നിച്ച് നിന്നു. യാത്രക്കാരനാണല്ലോ, എനിക്ക് അങ്ങനെ ഒരു ഓഫർ ഉണ്ട്. അങ്ങനെ ഞാനത് ചെയ്തിട്ട് നിക്കാഹിന് ഒരുങ്ങി. അങ്ങനെ 6:55 7 മണിയാകുമ്പോൾ വിടാന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വന്നപ്പോൾ അന്ന് ന്യൂ ഇയർ ഉണ്ടെന്ന്, അന്ന് ന്യൂ ഇയർ ആണെന്ന് അല്ലേ, ന്യൂ ഇയറിനാണ്. അപ്പൊ അതിൻ്റെ ഒരു റഷ്. ഞങ്ങൾ ബസ്സിൽ വന്നേ. അപ്പൊ ഞങ്ങളുടെ ഫ്രണ്ടിൽ ബസ് പോയി. ബസ് നേരെ മൂന്നാർ റൂട്ടിലേക്ക് പോയി. ഞങ്ങൾ ബ്ലോക്കിലും പെട്ടു. ബസ്സുകാരന് ഈ റൂട്ട് അറിയുന്നില്ല. അങ്ങനെ 7 മണി 8 മണിയായി. നിക്കാഹ് കഴിപ്പിക്കാൻ ഒരു ഉസ്താദ് വന്നിട്ടുണ്ട്. അദ്ദേഹം ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മൊത്തം ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എല്ലാവരും വിളിയോട് വിളി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഞങ്ങൾ ഈ പോയ വണ്ടിയെ, ഞാനുള്ളത് ഈ വണ്ടിയിലാണ്, ഞങ്ങൾ ഈ പോയ മൂന്നാർ റൂട്ടിലേക്ക് പോയ 2 ബസ് ഉണ്ടായിരുന്നു. അവിടുന്ന് വന്ന് ഒരു ബസ് അവിടെ എത്തി. ഈ മൂന്നാർ റൂട്ടിൽ പോയ ബസ്സിനെ പിടിച്ച് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന് അവിടെ എത്തുമ്പോൾ ഒരു 8:30 9 മണി. 7 മണിക്ക് വന്നു. പിന്നെ പറയണ്ടല്ലോ, മൊത്തം ഒരു വിമുഖത. അത് മാത്രമല്ല, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കിയായിരുന്നു ഇങ്ങോട്ട് കൊണ്ടുപോകാനുള്ള. ഇതൊന്നും എത്തിയിട്ടില്ല. പക്ഷെ ആ ഓഡിറ്റോറിയത്തിന് മുൻപിലേക്ക് എത്തുമ്പോൾ ഫ്രണ്ടിൽ വെക്കേണ്ട ഫ്ലവർ ബൊക്കെ അല്ല ഇല്ലേ, ഒരു ഫോർമാലിറ്റിയാണ്. പിന്നെ ഈ പറയപ്പെടുന്നത് പോലെയുള്ള കിറ്റ്കാറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എവിടെ എത്തി, ആ ടൈമിലേക്ക് എത്തി. എൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അവസാന നിമിഷമാണ് എല്ലാം ഭംഗിയായി തെളിയുക. അതായത് ആ സമയം വരെ ഭയങ്കര പ്രശ്നമായിരിക്കും, പ്രശ്നവും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പക്ഷെ അവസാന ക്ലൈമാക്സ്
നല്ല കൈയടിക്കുള്ള സ്കോപ്പുള്ള സാധനമായിരിക്കും എനിക്ക് കേട്ടോ. ഈ ലേറ്റ് ആയ സമയത്ത് ആളുടെ റെസ്പോൺസ് എന്തായിരുന്നു? ആള് മെസ്സേജ് അയക്കുന്നുണ്ട് എനിക്ക്, ആള് നിങ്ങളെവിടെയാണ്, നിങ്ങളെന്താ വരാത്തെ, നിങ്ങൾക്ക് എന്നെ വേണ്ടേ, അങ്ങനെയല്ല സീരിയസ് ആയിട്ട് ഇങ്ങനെ. പുള്ളിക്കാരിൻ്റെ വാപ്പി എന്താ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു എവിടെയാണ് നിങ്ങൾ, എവിടെയാണ് ഉള്ളത്. അപ്പൊ സത്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റി. അവര് വിചാരിച്ചു എനിക്ക് ഈ റൂട്ടൊക്കെ കറക്റ്റ് അറിയാം, പക്ഷെ അവര് വരണമായിരുന്നു എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ അഭിപ്രായം. നിങ്ങൾക്ക് അറിയില്ലല്ലോ. അങ്ങനെ അവസാനം എല്ലാം ഭംഗിയായി നടന്നു. ആദ്യം തന്നെ ഈ നിക്കായിക്കാൻ വെച്ച ഉസ്താദിന്റെ കൈ കയറി ഒരു പിടി, സലാമലൈക്കും. അപ്പൊ അതോടുകൂടി സെറ്റായി. ഇപ്പോ നിക്കാഹ് കഴിഞ്ഞിട്ട് 1 വർഷം ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലേ? നിക്കാഹ് കഴിഞ്ഞിട്ട് 1 വർഷം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ചെറുപ്പം മുതലേ പറയായിരുന്നു എനിക്ക് സ്വന്തമായിട്ട് വീട് വെച്ചതിന് ശേഷം, വീട് എല്ലാവർക്കുള്ള വീട്, സ്വന്തമായിട്ട് ഞാൻ വീട് വെച്ചതിന് ശേഷമേ ഞാൻ കല്യാണം കഴിക്കത്തുള്ളൂ. ഞാൻ പണ്ടേ പറയായിരുന്നു, അതിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പം എൻ്റെ വീട് ആയത് ആ സമയത്താണ്. അപ്പോൾ വീടിൻ്റെ ഇനാഗുറേഷനും ഹൗസ് വാമിങ്ങും ഈ പറയപ്പെടുന്നത് പോലെ റിസപ്ഷനും ഒന്നിച്ചായിരുന്നു. അപ്പോൾ അതാണ് ആ ഒരു ഗ്യാപ്പ്. അതെ. ഇപ്പോൾ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞില്ലേ ആൾക്ക് ഇപ്പം ക്യാമറയിൽ വരാൻ ഇഷ്ടമില്ല, മീഡിയ റിലേറ്റഡ് അങ്ങനെ ആൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം നമ്മളാണെങ്കിൽ ഓൾറെഡി മീഡിയയിൽ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുന്ന ഒരാളാണ്. അപ്പം ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര, രണ്ടും എക്സ്ട്രീംലി കാസർഗോഡും കന്യാകുമാരി പോലെയല്ലേ? അല്ല, ഇതിലേ പുള്ളിക്കാരിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് എല്ലാത്തിനെ കുറിച്ച് ഐഡിയ ഉണ്ട് എന്നുള്ളതാണ്. അതാണ് ഞാൻ പുള്ളിക്കാരിയോടൊരു അട്രാക്ട് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം നമ്മൾ വിചാരിക്കും ഒന്നും അറിയില്ല എന്ന് വിചാരിക്കും, പക്ഷെ എല്ലാ വിഷയങ്ങളെ കുറിച്ചിട്ടും അത്യാവശ്യം ഒരു ധാരണയുണ്ട്. അങ്ങനെ വലിയ ആഴത്തിൽ ധാരണയുണ്ട് എന്നല്ല. അപ്പൊ ഈ ധാരണ എനിക്ക് ഉപകാരപ്പെടുന്നുണ്ട്. അപ്പോൾ ഇനി ഫ്രെയിമിൽ ഇപ്പോൾ ഓരോ ആൾക്കാരുടെ ആഗ്രഹങ്ങളല്ലേ, ഫ്രെയിമിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ എന്നോട് ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ഒരിക്കലും ക്യാമറയ്ക്ക് മുമ്പിൽ വരില്ല, നിങ്ങൾ എന്നെ അങ്ങനെ പ്രതീക്ഷിക്കരുത്. പുള്ളിക്കാരിക്ക് താല്പര്യമില്ല. പിന്നെ പുള്ളിക്കാരി എൻ്റെ കൂടെ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ കുറേ സെൽഫി എടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു പ്രൈവസി നല്ല രീതിയിൽ ഞങ്ങളുടെ ആ ഒരു പ്ലേസ് ഉണ്ടല്ലോ, അവിടെ ആളൊക്കെയാണ്. പിന്നെ അതിനപ്പുറം എനിക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. ഇപ്പൊ ഓരോരോ ആൾക്കൊരു ആഗ്രഹം ഉണ്ടല്ലോ. ഓക്കെ. ഇപ്പൊ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് ആളിങ്ങനെ ഒപ്പീനിയൻ ഒക്കെ പറയാറുണ്ടോ? ഇപ്പൊ ചില വീഡിയോസ് ഒക്കെ ഇടുമ്പോ ഇപ്പോ എൻ്റെ ഉപ്പ ഉമ്മക്ക് എന്നോട് പറയും, അല്ല എൻ്റെ ഉപ്പ മരിച്ചുപോയി. പിന്നെ എൻ്റെ ഫാമിലിയൊക്കെ എന്നോട് പറയും എന്താ, പിന്നെ നീ ഇങ്ങനെ ചെയ്യല്ലേ, ഇങ്ങനെ കേസാവും അതാവും പിടിക്കും. കാരണം ഞാൻ ജയിലിലൊക്കെ ഉണ്ടായിരുന്നു പൗരത്വ സമര സമയത്ത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഭയമാണ്, ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആവും. പക്ഷെ ഇവളങ്ങനെയല്ല, നിങ്ങൾ പോയി ചെയ്യിക്കാക, ഞാൻ കൂടെ ഉണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ പിറ്റേ ദിവസം വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളെ ഭയങ്കര ഇങ്ങനെ കയറ്റി തരും. ജയിലിൽ കിടന്നാലും അതും കുഴപ്പമില്ല എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു, ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഫീൽഡിൽ നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത്, ഒരു നല്ല സപ്പോർട്ടറാണ്. അപ്പൊ നിങ്ങൾ ആ വീഡിയോക്ക് പ്രതികരിച്ചില്ലേ, അയാൾ ഇങ്ങനെയാണല്ലോ പറഞ്ഞേ, ആ കേസ് നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ എന്താ മിണ്ടാതിരിക്കുക, നിങ്ങൾക്ക് പേടിയൊന്നോ എന്നൊക്കെ ചോദിക്കുമ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര സപ്പോർട്ടായിട്ടാണ് തോന്നുന്നത്. ആളിങ്ങനെ വിഷയങ്ങൾ തരാറുണ്ടോ, ഇന്നത് എന്താ മിസ് ചെയ്ത് ഇതിനെ കുറിച്ച് 100%. ഇപ്പൊ പൊളിറ്റിക്കൽ ആണെങ്കിൽ പോലും അതെടുത്തിട്ട് എന്നോട് ഇതെന്താ നിങ്ങൾ ചെയ്യാത്തത്, ഇങ്ങനെ ചെയ്യും. നിങ്ങളിപ്പം ആരാദ്യം പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? അത് ഞങ്ങൾക്കിടയിൽ ഒരു സീക്രട്ടാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ ഇഷ്ടം തോന്നി എന്ന് പറയാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. എന്നാലും അതൊരു കല്യാണത്തിലേക്ക് എത്തുമ്പോ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണ്ടേ ആരെങ്കിലും? പുള്ളിക്കാരി ആദ്യം പുള്ളിക്കാരിയുടെ വീട്ടിൽ പറഞ്ഞു. അങ്ങനെ പരസ്പരം പറഞ്ഞില്ലേ ഇപ്പം എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് അങ്ങനെ? അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ഒരേ മൂഡിലെത്തി എന്നുള്ളതാണ്. ഇത് ഞാൻ കള്ളം പറയുന്നതല്ല, ഒരേ മൂഡ്, രണ്ടുപേർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അവിടെ ആളോട് ചോദിച്ചിട്ടുണ്ടോ എന്നിലിപ്പോ എന്ത് ക്വാളിറ്റി കണ്ടിട്ടാണ് നിനക്ക് അട്രാക്റ്റഡ് ആയത്, അല്ലെങ്കിൽ എന്നെ ലൈഫ് പാർട്ട്ണറായിട്ട് സെലക്ട് ചെയ്യാൻ നീ തീരുമാനിച്ചത് ഏത് മൊമെന്റിലാന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇതിന്റെ ഒരു പാറ്റേൺ ശരിക്കും ഞാൻ അവിടെ ചോദിക്കേണ്ടതാണ്. അതെ, ഇതൊരു പാറ്റേണില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ലവ് സ്റ്റോറി അല്ല ഇത്. ഇതൊരു കണ്ടന്റ് ബേസ് ചെയ്തിട്ട് നടന്നൊരു ചർച്ച. ആ ചർച്ചയിൽ വന്നൊരു പിടുത്തമാണ് ഇത്, അല്ലാതെ വേറെ ഒന്നുമില്ല. ആ ചർച്ചയിൽ വന്നൊരു പിടുത്തം. എന്നാലും പിടുത്തം കഴിഞ്ഞ് നമ്മൾ സംസാരിച്ച് ഒരു സ്നേഹമൊക്കെ സ്റ്റാർട്ട് ചെയ്യുമല്ലോ,
അപ്പൊ ഒരു പോയിന്റിൽ നമ്മൾ വിചാരിക്കില്ല ഓക്കെ ആളാ എനിക്ക് പെർഫെക്റ്റ് മാച്ച് ആണെന്ന് ഒരു പോയിന്റ് എത്തില്ലേ, അത് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, ആള് പറഞ്ഞിട്ടുണ്ടോ? ആളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നു അത്? അപ്പോൾ നമ്മളിങ്ങനെ ചാറ്റ് ചെയ്ത സമയത്ത് ഇപ്പോൾ ഞാനും പുള്ളിക്കാരിയോട് നിങ്ങളെ പോലെയുള്ള ഒരാളെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി തിരിച്ചെന്നോടും പറഞ്ഞിട്ടുണ്ട്, എന്താ ഞാനും നിങ്ങളെ പോലെയുള്ള ഒരാളെയാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ വീഡിയോസൊക്കെ എനിക്ക് ഇഷ്ടമാണ്, അപ്പോൾ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരും പറഞ്ഞിട്ട് ഞാനും അതേപോലെ പറഞ്ഞിട്ടുണ്ട്. ഈ മറ്റേ ഇതല്ല പൈങ്കിളി അല്ലാന്ന് ക്രിഞ്ചൊന്നുമില്ല, ഡയറക്റ്റ് പറഞ്ഞു. പിന്നെ എനിക്ക് ഇയാളെ ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ പരസ്പരം ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇയാൾ എന്ത് ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് അതിനൊരു വൈഡ് ആംഗിളിലേക്ക് കൊണ്ടുപോകാൻ നിന്നില്ല. അതായത് ഞങ്ങളുടെ ഒരു പ്ലേസിൽ അത് നിർത്താതെ അവളുടെ വീട്ടുകാരെ അറിയിക്കുകയാണ് ചെയ്തത്. അത് കൃത്യം ഒരു 48 മണി 2 ദിവസത്തിന് ശേഷം പുള്ളിക്കാരി വീട്ടിൽ അറിയിച്ചു എന്നുള്ളതാണ്. അതൊരു പോസിറ്റീവ് അല്ലേ? അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആൾക്കാർ ചിന്തിക്കുന്നുണ്ടല്ലോ, ഇതിനെ ഒരു വൈഡ് ആംഗിൾ കൊണ്ടുപോകാതെ ഒരു ഫാമിലി. ഇപ്പോൾ അവളുടെ വാപ്പ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനാണ് ഇവക്ക്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജിലേക്ക് വാപ്പ വരുമ്പോൾ ഞാൻ പേടിക്കും. കാരണം ഇവള് മേക്കപ്പ് കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, കരിയും. ഇത് ഒപ്പിക്കൊടുക്കലാണ് എൻ്റെ പരിപാടി. വാപ്പാനെ കണ്ടപ്പോൾ ഇവള് കരിയും. അങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഉപ്പാനെ. ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ്. അതായത് ഞാൻ ഉപ്പാക്ക് പൊറോട്ട വാങ്ങി കൊടുക്കാറില്ല. ഇല്ല, ഉപ്പാക്ക് ലാസ്റ്റ് സമയത്ത് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു, ദഹിക്കുന്നില്ല എന്നുള്ള അവസ്ഥ. അപ്പം എൻ്റെ ഓഫീസിൽ ഇരുന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാനറിയാതെ പൊറോട്ട ഒന്നാൻ പോകും. അങ്ങനത്തെ പരിപാടി ഉണ്ട് പുള്ളിക്കാരൻ. അപ്പം ഞാനും ഇപ്പം ഭയങ്കര കണക്ഷനാണ് ഞങ്ങൾ തമ്മിൽ. അതേപോലെയാണ് ഇവളുടെ വാപ്പയും, ഭയങ്കര കണക്ഷൻ. എന്നാൽ ഞാനിപ്പവും അത് പ്രകടമായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ കാണുമ്പോൾ പ്രകടമാണ്, ഞങ്ങൾ ഒന്നിച്ച് പോകുന്നുണ്ടാവും, ഒന്നിച്ച് വരുന്നുണ്ടാവും. പക്ഷെ ഇവര് പ്രകടമല്ല, ഇവര് ഒരു ക്ലാസ് സാധനം, ഒരു ഫ്രെയിമൊക്കെ വെച്ചെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയുക ഫീൽ ഗുഡ് സിനിമ കിട്ടും നമുക്ക്. വാപ്പിൻ്റെ ഒരു ക്ലാസ് പോക്ക്, ഇവളുടെ ഒരു ക്ലാസ് നോട്ടം ഒക്കെ. പിന്നെ ഇവള് വാപ്പി നമ്മള് തലേന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇവര് പിറ്റേന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവർ പോയി ബസ്സിൽ. പോകുന്ന സമയത്ത് ഇവള് വാപ്പിനൊക്കെ കണ്ട് ഭയങ്കര കരച്ചിൽ. കരഞ്ഞു വരുന്ന എൻ്റെ കൂടെയാണല്ലോ റോഡിലൂടെ. ഈ ആൾക്കാർ ഈ ഓട്ടോക്കാരൊക്കെ കാണുമ്പോൾ എന്താ വിചാരിക്കുന്നത്, ഞാനെന്തോ പിച്ചിട്ട് ഇവളെ കരയിച്ചതുപോലെയാണ് സംഭവം. ഞാനൊന്നും നിർത്തടി, ആൾക്കാർ കാണുന്നുണ്ട്, എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്, ഇവളാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടുണ്ട്. അങ്ങനെയുള്ള ആൾ ഭയങ്കര കംഫർട്ടാണ്. ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇപ്പൊ കാതർക്കാട് ഫാൻസ് ഒക്കെ വരില്ലേ, അപ്പൊ ആളെങ്ങനെയാ സെൽഫി എടുക്കാൻ? ഒന്നിനും നിൽക്കില്ല, ഒരു ഫോട്ടോക്ക് നിൽക്കില്ല, ഒരു ഫോട്ടോക്ക് നിൽക്കില്ല. ഇപ്പൊ വീഡിയോ കാര്യങ്ങളൊക്കെ ഇപ്പൊ കല്യാണത്തിന്റെ തന്നെ ഞാനിങ്ങനെ ചിന്തിക്കണ്ടേ, ഇത് എന്തപ്പാ ഇങ്ങനെ നിന്ന് എന്ന് ഞാൻ ചിന്തിക്കലുണ്ട്. പിന്നെ അവളുടെ പ്ലേസിൽ അവള് മാത്രമുള്ള പ്ലേസ്, ഇപ്പൊ അവളുടെ ഉമ്മ ഉപ്പ അവരൊക്കെ ഉള്ള പ്ലേസിൽ അവൾ എന്നേക്കാൾ കുറച്ചും കൂടി ആക്റ്റീവായിട്ടുണ്ടാവും. ഇപ്പം അതുപോലെ തന്നെ കണ്ട വേറൊരു കാര്യമാണ്, അതായത് ഇപ്പം കമന്റ്സിലാണെങ്കിലും റിയാക്ഷൻസിലൊക്കെ കണ്ടതാണ്, കാദർ കരിപ്പൊടി ഒരുപാട് സ്ത്രീധനം വാങ്ങി കല്യാണം കഴിച്ചു. കാദർ കരിപ്പൊടിയുടെ മൊഞ്ചത്തി അണിഞ്ഞിരിക്കുന്ന ഇത്ര പവന്റെ സ്വർണമാണ്, അത് കാദർ കരിപ്പൊടി സ്ത്രീധനം വാങ്ങിയതാണ് എന്നൊക്കെ ഉള്ള കാര്യം മസ്താനിക്ക് എന്താ തോന്നുന്നത്? എനിക്കറിയാൻ വാങ്ങിച്ചിട്ടുണ്ടാവില്ല. ഫാക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഞാൻ 100% പറയണം, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരെന്നെ വിളിച്ചിരുന്നു, ഇവരുടെ കുടുംബക്കാര്, ഉപ്പ. അദ്ദേഹം അത് ചോദിക്കുന്നത് അങ്ങനെ ഒരു നാട്ടു നടപ്പുള്ളത് കൊണ്ട് അതെനിക്ക് മൂപ്പരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം എന്നോട് ചോദിച്ചു, ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. 100% താല്പര്യമില്ല, ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ്, ഇവളുടെ കഴുത്തിലുള്ള സ്വർണ്ണം ആരാണ് ഇട്ടത്? അവളുടെ ഉപ്പ അവൾക്ക് കുറേ സ്വർണ്ണങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതോടൊപ്പം ഞാനും കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഞാനും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് കണ്ടത്. ഇവളുടെ ഉപ്പ കൊടുത്ത സാധനം ഇടണ്ട എന്ന് ഞാൻ ഇവളോട് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവളുടെ ഒരു സ്വാതന്ത്ര്യത്തിന് മേലിലുള്ള കടന്നുകയറ്റമായിരിക്കും. പക്ഷെ ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉപയോഗിക്കാനും പോകുന്നില്ല. ആ കാര്യങ്ങളൊന്നും അത് ഞാൻ ഇത്രയും പബ്ലിക്കായിട്ട് പറയല്ലേ, ഞാൻ ഉപയോഗിക്കാൻ പോകുന്നില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജ്യേഷ്ഠന്മാരാരും ഇത്തരം കാര്യങ്ങളിൽ
പരിപൂർണമായിട്ട് നിന്നിട്ടില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനും നിൽക്കത്തില്ല, ഞാൻ അതിനെതിരാണ്. പക്ഷേ ഇവിടെ വിഷയം ഇവളുടെ കഴുത്തിലുള്ള സ്വർണ്ണമാണ്. അതെ, ഇത്ര പവനൊക്കെ ഉണ്ടായിരുന്നു, ഇത്ര പവന്റെ സ്വർണമായിരുന്നു ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോ ഞാൻ അവൾക്ക് സ്വർണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ അവൾക്ക് സ്വർണം വാങ്ങിച്ചു കൊടുത്തത് ഞാൻ അധ്വാനിക്കുന്നതിന്റെ ഒരു ഭാഗം എൻ്റെ വൈഫിന് കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? ഞാൻ വാങ്ങിയിട്ടില്ല, എനിക്ക് അങ്ങനെ വാങ്ങേണ്ട ആവശ്യമില്ല. വരുന്നോ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? വാടി ഒന്ന് ഇരുന്നിട്ട് പോവാ. അടിപൊളിയായിട്ടുണ്ട്, അടിപൊളി സെറ്റപ്പ് ഇരിക്കുന്നത്. ഓക്കെ, അങ്ങനെ കാദർ കരിപ്പൊടിയുടെ മൊഞ്ചത്തി നമ്മളുടെ മുന്നിലേക്ക് വന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ. എന്തെത്ര പേടി കുട്ടിക്ക്? പേടിയല്ല, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ നമ്മളുടെ അഭ്യർത്ഥന മാനിച്ച് അവസാനം വന്നു. താങ്ക് യു ട്ടാ, അല്ലെങ്കിൽ ഞാൻ ചമ്മേനെ. എനിക്ക് തോന്നുന്നത് ഇതിനൊക്കെ ഉള്ളത് എനിക്ക് കിട്ടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആണല്ലേ? ഓൾ ദ ബെസ്റ്റ്. ഞങ്ങൾക്ക് അതിൽ പങ്കില്ല. ഈ നിങ്ങളിപ്പോ കല്യാണത്തിന് ശേഷം ആദ്യം എന്തൊക്കെ എന്നോട് റിക്വസ്റ്റ് ചെയ്തേ? അല്ലെങ്കിൽ മീഡിയയുടെ മുന്നിൽ വരില്ല എന്ന്. അത് മാരേജിന് മുന്നേ തൊട്ട് ഞാൻ പറഞ്ഞതാ, മീഡിയയുടെ മുന്നിൽ വരാൻ ഇൻട്രസ്റ്റ് ഇല്ല, അതിൽ വിളിക്കരുത്. ഞാൻ അവളോട് അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ അത്ര വലിയ സെലിബ്രിറ്റി അല്ല എന്നുള്ളതാണ്. എന്നെ എല്ലാവർക്കും അറിയണമെന്നൊന്നുമില്ല. എന്നെ അറിയാവുന്ന ഒരു സർക്കിൾ എന്ന് പറയുന്നത് മലബാറാണ്. അവിടെ ആയിരിക്കും എനിക്ക് എന്നെ അറിയാവുന്ന ആളുകളുള്ളത്. എല്ലാവർക്കും എന്നെ അറിയണമെന്നില്ല, പലർക്കും എന്നെ അറിയില്ല എന്നുള്ളതാണ് ഫാക്ട്. പലരും എൻ്റെ വീഡിയോ കാണാറില്ല എന്നുള്ളതാണ്. എനിക്ക് ആകെ എത്രയാണ് സബ് ഉള്ളത്? 1.5 മില്യൺ ആണ്. എത്ര ആൾക്കാരാണോ ഈ പറയപ്പെടുന്ന കാണുന്നത്? അല്ല, നമ്മൾ ഫാക്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്ര ആൾക്കാരല്ല നമ്മളെ കാണുന്നത്. അപ്പൊ ഞാൻ ഇവളോട് പറഞ്ഞൊരു മറുപടിയാണ്, നീ പറയുന്ന പോലെയല്ല, എന്നെ എല്ലാവർക്കും അറിയണമെന്നൊന്നുമില്ല, എന്നെ അറിയുന്ന വളരെ ചുരുങ്ങിയ ആൾക്കാരാണ്. ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഡിഗ്രി കഴിഞ്ഞു. എങ്ങനെ ഇപ്പോ ഒരു ചർച്ചയിലാണ് അതായത് നിങ്ങൾ മീറ്റ് ചെയ്തത് സോഷ്യൽ മീഡിയ വഴി എന്ന് പറഞ്ഞായിരുന്നു. എന്നാലും ഇക്കയില് അട്രാക്ട് ചെയ്ത ഒരു ഘടകം കുട്ടിയുടെ വായിന്ന് കേൾക്കാൻ നല്ല ബോൾഡാണ്. എല്ലാം എന്താ പറയാ, എല്ലാ കേസുകളും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ന്യൂസ് വായിക്കുന്നത് അതിനും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അതൊക്കെ കണ്ട് അട്രാക്റ്റഡ് ആയി. ഇക്ക എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും കാര്യങ്ങള്, അതായത് നീ ഇങ്ങനെ ചെയ്യണം? അങ്ങനെ എനിക്ക് ഒരു സ്പേസ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇല്ല. ഇവിടുന്ന് പേടി തോന്നിയിട്ടുണ്ടോ ചില സമയത്ത്? ഇപ്പൊ ചില വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എന്തെങ്കിലും കേസോ അല്ലെങ്കിൽ വഴക്കോ ഭീഷണി ബുദ്ധിമുട്ടുകളൊക്കെ വരുമോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു? അതൊന്നും പ്രശ്നമില്ല, എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്കറിയാം. ഫുൾ കോൺഫിഡന്റ് ആണ് അങ്ങോട്ടല്ലേ? എന്തെങ്കിലും ഇതാക്കും, പ്രശ്നം വന്നാലും ഹാൻഡിൽ ചെയ്യാൻ എന്തായാലും അറിയാം. എന്തായാലും കട്ട സപ്പോർട്ടായിട്ട് പറ്റിയ ആളെ കിട്ടിയേക്കുന്നേ. അല്ല, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ചിലപ്പോ ഈ പോലീസുകാരായിട്ട് തർക്കിക്കും എന്തെങ്കിലുമൊക്കെ വിഷയമായിട്ട്. ഇക്കൊക്കെ എന്താ അയാളോട് മുഖത്ത് നോക്കിയിട്ട് അത് പറഞ്ഞ പോരാ, ഇത്രയും കൂടി പവറില് പറയണായിരുന്നു. ഇവിടെ എന്നെ ഇങ്ങോട്ടെ അതാണ്. പിന്നെ അങ്ങനെ നമ്മളൊരു കുഴിയിലേക്കൊന്നും വിടൂല, അതൊരു ലിമിറ്റ് വെക്കും. അതിലൊക്കെ ആള് സൂപ്പറാണ്. ഓക്കെ, ഇപ്പൊ എന്തായാലും ന്യൂലി മാരീഡ് കപ്പിൾസ് ആണ്. ഹാപ്പി മാരീഡ് ലൈഫ് ഇട്ടോ. ന്യൂലി മാരീഡ് കപ്പിൾസ് ആണ്. അപ്പൊ എന്തായാലും ഒരു ഹണിമൂൺ ടൈം ആയിരിക്കുമല്ലോ. അപ്പൊ എവിടെയായിരുന്നു ഹണിമൂണൊക്കെ? ഞങ്ങള് ഹണിമൂൺ ആക്ച്വലി ഞങ്ങള് പോയിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ പാടെ ഇങ്ങനെ കേരളത്തില് മൂന്നാർ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. നിക്കാഹ് കഴിഞ്ഞല്ലോ, ഒരു വർഷം നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളിപ്പോ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആദ്യം കോടതിയിൽ നിന്ന് അനുമതി വാങ്ങി എൻ്റെ പാസ്പോർട്ട് എടുക്കണം. എടുത്തിട്ട് വേണം എനിക്ക് പോവാൻ. എനിക്ക് കേസുണ്ട്, കുറെ ചാനൽ വഴിയുള്ള കേസാ, നേരിട്ടുള്ള കേസൊന്നുമല്ല. അപ്പൊ അതിൽ എനിക്ക് അനുമതി വാങ്ങണം. ഇങ്ങനെ എൻ്റെ പാസ്പോർട്ട് എനിക്ക് തരാം, പക്ഷെ എൻ്റെ കേസൊക്കെ സ്റ്റേ ചെയ്യണം. എന്നിട്ട് ആ 1 കൊല്ലം 2 കൊല്ലത്തിന്റെ പീരീഡിൽ പോകണം. ഇപ്പൊ ഞാൻ എന്താ വെയിറ്റ് ചെയ്യുന്നത് വെച്ചാൽ, എൻ്റെ കേസിലൊക്കെ എന്നെ വെറുതെ വിട്ടുകൊണ്ടിരിക്കാം. ഒരു 3-4 കേസിൽ എന്നെ വെറുതെ വിട്ടു. ഇനി കുറച്ച് കേസുണ്ട്, അതിന്റെ ഫൈനൽ ഹിയറിംഗിൽ നിൽക്കാണ്. അതിലും വെറുതെ വിടും എന്നുള്ളത് 100%. അപ്പൊ അതായത് കൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ ആദ്യം കറങ്ങുന്നത് നമ്മുടെ രാജ്യത്തായിരിക്കും, അതിൽ യാതൊരു സംശയം. നമ്മളെ രാജ്യത്ത് കാണാനുള്ളതിനേക്കാൾ അപ്പുറത്ത് ഒരു വിദേശ രാജ്യത്തുമില്ല. അൽഫിനക്കും ഈ സെയിം ഒപ്പീനിയൻ ആണോ? പറഞ്ഞിട്ടുണ്ടോ ഇന്ന സ്ഥലത്ത് പോണം? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ എന്താ ആഗ്രഹിക്കാനോട് പറഞ്ഞേക്കുന്നത്? അങ്ങനെ എന്താ പറഞ്ഞ
എന്നെ പ്രശ്നത്തിലാക്കരുത്. ആള് പറഞ്ഞിട്ടുണ്ടോ? അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും എന്നോട് മുൻകൂട്ടി പറയണം. ഇപ്പോ ആക്സിഡന്റലി ഏതെങ്കിലും ഒരു പ്രോഗ്രാമിലേക്ക് പോവാണെങ്കിൽ അത് ഇവളോട് 2 ദിവസം മുമ്പ് പറയണമെന്നാണ് പറയുന്നത്. നമുക്ക് അങ്ങനെ ആയിരിക്കില്ല, പെട്ടെന്നായിരിക്കും. ഇപ്പോ ഒരു വിരുന്നിന് പോകുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആള് വന്നിട്ട് എന്നെ വിളിച്ചു, വിരുന്നിന് വരണമെന്ന് പറഞ്ഞു. ഞാൻ ഇവളോട് പറഞ്ഞു വിരുന്നിന് റെഡി ആവണോന്ന് പറഞ്ഞു. ഇവള് പറഞ്ഞു ഇങ്ങനെ പെട്ടെന്ന് വിരുന്നിന് റെഡി ആവല്ലോ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം പുള്ളിക്കാരിക്കുണ്ട്. പ്രിപ്പയർ ആവണം. അതിങ്ങനെ പതിയെ മാറി വരുന്നുണ്ട്. വരട്ടെ. ഇപ്പൊ തന്നെ നമ്മള് എത്ര സമയമായി, അവസാനമാണ് ആളൊന്ന് സെറ്റ് ആയിട്ട് വന്നത്. ഇപ്പൊ അൽഫിനോട് ചോദിക്കുമ്പോ ഇക്കയുടെ ഒരു ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്താ, ഈ ബോൾഡ്നെസ് അല്ലാതെ? അതല്ലാണ്ട് പറ, ഞാൻ അങ്ങോട്ട് നോക്കിക്കാം. പറഞ്ഞോ. എന്താ വലിയ ഇഷ്ടപ്പെട്ട കാര്യം എന്താ? ഭയങ്കര ഞാനിപ്പോ അങ്ങോട്ട് പോയില്ലേ കാസർഗോഡ്, അപ്പൊ എനിക്ക് എങ്ങനെയായിരിക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം രണ്ട് സ്ലാങ് വ്യത്യാസം. അപ്പൊ അതൊന്നും വിഷയമില്ല. എനിക്ക് എന്നെ നന്നായിട്ട് എന്റെ വാപ്പിച്ച് എങ്ങനെയാണ് നോക്കണം അതുപോലെ തന്നെ അവിടെ ഭയങ്കര കാര്യമായിട്ട് എന്നെ നോക്കി. അതുകൊണ്ട് ഭയങ്കര തൃപ്തിയായിരുന്നു എനിക്ക്. അവിടെ ഭാഷയുടെ പറഞ്ഞപ്പോ കാസർഗോഡ് വേറൊരു സ്ലാങ് ആണ്. അപ്പം ആളിപ്പോ അത്യാവശ്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ചില സമയത്ത് നമുക്ക് ഇപ്പം കാസർഗോഡ് സംസാരിക്കുമ്പോൾ, ഞാൻ 1-2 പേര് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്, അവരോട് കാസർഗോഡ് സംസാരിക്കുമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. അല്ല, അപ്പൊ അതേപോലെ എന്തെങ്കിലും മനസ്സിലാകാതെ ഉണ്ടോ എന്ന് ചോദിച്ചതാ. ഇപ്പോ ജാറീത്ത് ബൂണോയി എന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവോ? ജാറീത്ത് ബൂണോയി എന്ന് പറഞ്ഞാൽ തെന്നി വീഴുക എന്നുള്ളതാണ്. മനസ്സിലായോ? ജാറീത്ത് പൂണോയി, ജാറീത്ത് പൂണറാ എന്ന് പറയുന്നു. അത് കുറെ കാലങ്ങളായിട്ട് കാസർഗോഡ് ജില്ലയിൽ ഇങ്ങനെ തന്നെയാണ്. ജാറീത്ത് പൂണോയി. പൊണ്ടം എന്ന് കേട്ടിട്ടുണ്ടോ? പൊണ്ടം ഞങ്ങൾ തമ്മിലുള്ള ഒരു വലിയ വിഷയമായിരുന്നു. പൊണ്ടം കരിക്കോ പൊണ്ടം എന്ന് വെച്ചാൽ ഞാൻ ഇവളോട് പറയും പൊണ്ടം കുടിക്കണമെന്ന് പറയും. ഇവിടെ പൊണ്ടോ അപ്പൊ ഇവള് എനിക്കും ഞാനുള്ളത് പറയാം. ഞാൻ മീഡിയയിൽ നിൽക്കുമ്പോൾ മാത്രമാണ് എനിക്ക് ഈ ഒരു സ്ലാങ് വരുന്നത്. അതർവൈസ് കാസർഗോഡ് തന്നെയാണ്. ഓക്കെ. അവിടെ ചെന്ന സമയത്ത് ഇങ്ങനെ അത്ഭുതപ്പെടുത്തി എന്തെങ്കിലും വേർഡ്സ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ആദ്യമായിട്ട് കേട്ട് ഇപ്പൊ ബലൂണിന്റെ പേര് ബുഗ എന്നെല്ലാം പറയും. ബുഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബലൂൺ. ഇവിടെ എന്നോട് ചോദിക്കാ ബുഗ വേണോ എന്ന് ചെജ്ജു എന്ന് വെച്ചാൽ ചെജ്ജു ഈ ബുഗ എന്ന് പറയുന്നുണ്ട്. ഞാൻ ഇങ്ങനെ വിചാരിച്ചു എന്തിക്കാക്ക ഇത്. പിന്നെയാണ് ഇവള് പറഞ്ഞത് ബലൂണിനെയാണ് ഇവ പറഞ്ഞോണ്ടുണ്ടായത്. അതല്ല, ഇപ്പൊ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോ മനസ്സിലാവില്ലല്ലോ. ഫോണിൽ കൂടെ വിളിക്കുമ്പോ മനസ്സിലാവാറുണ്ടായില്ല, നേരിട്ട് മനസ്സിലാവും. ഇപ്പൊ ബെറ്റർ ആയിട്ടുണ്ട്. ബ്രദേഴ്സിന്റെ വൈഫൊക്കെ എന്റെ ഇതിൽ തന്നെ സംസാരിക്കണം. ബ്രദേഴ്സിന്റെ വൈഫൊക്കെ എവിടെ? ഞാനിങ്ങനെ വരുമ്പോ ഫുള്ളും ഈ കാസർഗോഡും ശുദ്ധ മലയാളമൊക്കെ കലർന്ന ഒരുപാട് സ്വരം ഇങ്ങനെ താഴെ വരും. ഈ ജ്യേഷ്ഠന്മാരുടെ ഭാര്യമാരിങ്ങനെ ട്രൈ ചെയ്യാ ഇവളുടെ ഭാഷയിലേക്ക് പോവാൻ. അത് കേൾക്കാൻ ഭയങ്കര രസമാണ്. അവരൊക്കെ കാസർഗോഡ് ബേസ്ഡ് ആണോ? എല്ലാവരും കാസർഗോഡ്. ഇവിടെ നിന്ന് മാത്രമാണ് എറണാകുളത്ത് നിന്ന് വന്നേക്കുന്നത്. ഓക്കെ, നമ്മുടെ റൗണ്ടിന്റെ പേരെന്താന്ന് വെച്ചാൽ മനപ്പൊരുത്തം റൗണ്ട്. ഓക്കെ, ഞാൻ ഇങ്ങനെ ചില കാര്യങ്ങൾ ചോദിക്കും, അതിന്റെ ആൻസർ 2 പേര് എഴുതണം. സെയിം ആണെങ്കിൽ പോയിന്റ് തരുള്ളൂ, അല്ലെങ്കിൽ പോയിന്റ് തരില്ല. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കല്യാണത്തിന് ശേഷം അൽഫിന കുക്ക് ചെയ്ത ആദ്യ ഫുഡ്? അതിനെന്താ പറയണേ? സാധനത്തിന്റെ പേര് മാത്രം. അതെ, എന്താന്നുള്ളത് 2 പേരും 2 പേരായിരിക്കും. പക്ഷെ ഞാൻ എഴുതിയിട്ടുണ്ട്. എന്ത് ഉപയോഗിച്ചേന്നുള്ള വീടുണ്ട് കേട്ടോ. ഓക്കെ, കാസർഗോഡൊക്കെ പറയണ്ടല്ലോ. ഇതിന് മാത്രം എന്താ എഴുതി? അല്ല, ഒരു മിനിറ്റ്, അത് ചെറുതായി പോയി. ഇത് മായ്ച്ചളയാം. എഴുതിയോ? കാണിച്ചോ. ക്യാരറ്റ് വറവ്. കറക്റ്റ്, 1 പോയിന്റ്. അങ്ങനെ എഴുതണം കുട്ടി എഴുതി. ഓക്കെ, സോറി ഞാൻ ടിഷ്യൂ. അപ്പൊ നീ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. വേണ്ട, താഴെ എഴുതിയാ മതി. 1 പോയിന്റ്. സെക്കൻഡ് ക്വസ്റ്റ്യന്, ഒരുമിച്ചെടുത്ത ഫേവറേറ്റ് പിക്ചർ. ജസ്റ്റ് ഇങ്ങനെ എഴുതിയാ മതി, എപ്പോ എടുത്തതാണ്. ഒരുമിച്ചെടുത്ത ഫേവറേറ്റ്. കല്യാണത്തിനാണെങ്കിൽ കല്യാണത്തിന്റെ അന്ന് എടുത്തേ, നിക്കാഹിന്റെ അന്ന് എടുത്തേ, അങ്ങനെ ഉണ്ടാവില്ലേ? ഫേവറേറ്റ് പിക്ചർ എപ്പോഴാണ് എടുത്തത്? നമ്മുടെ എടുത്ത ഫേവറേറ്റ് പിക്ചർ
ഏതാ? ഇത് രണ്ടെണ്ണം ഇതാവോ? ഇല്ല, ഒരെണ്ണോ. ഒരെണ്ണം. ആ, ഓക്കെ. ഏതാ? നിക്കാഹിന്റെ. നിക്കാഹിന്റെ. ഞാൻ വിചാരിച്ചെന്താ അറിയോ, ഫസ്റ്റ് നൈറ്റ് ആക്കിയത് ഇത്. മനസ്സിലായി. ഓക്കെ, അടുത്തത് ഏറ്റവും കൂടുതൽ ക്യാഷ് സ്പെൻഡ് ചെയ്യുന്നത്. ഓ, അത് ഞാൻ പറയാം. അതിനെ കുറിച്ച് എന്തെങ്കിലും ആധികാരികമായിട്ട് പറയണമെങ്കിൽ പറഞ്ഞോളൂ. ഇല്ല, ഞാൻ ആരാ? ഇക്കാക്ക. എന്താ? ഇക്കാക്കാണ് ആവശ്യമുള്ളതൊക്കെ. ആ, ഞാൻ പിന്നെ അങ്ങനൊന്നും ചെയ്യണതല്ല. പാവല്ലേ? ഇവള് നമ്മൾ ഈ അറുത്ത കൈക്ക് ഉപ്പ് വെക്കില്ല. അതായിരുന്നു എന്റെ അടുത്ത ചോദ്യം. ഏറ്റവും പിഷ്കാർക്ക. അത് പോയി. ഓക്കെ, അത് പോയി. ഓക്കെ, ആദ്യമായിട്ട് ഐ ലവ് യു പറഞ്ഞത്. അത് അതിനൊരു ആൻസർ ആണ്. നീ എന്ത് ചെയ്തെന്ത്? ഞാൻ സൂപ്പർ. നോക്കട്ടെ എന്റെ നോക്കാൻ പാടില്ല. നോക്കിയില്ല, ചോദിച്ചോളൂ. ചോദിക്കാനും പാടില്ല. അതല്ല, നോക്കട്ടെ എന്ന് ചോദിച്ചുള്ളൂ. അതിന് എനിക്കൊരു മറുപടി ഉണ്ട്. പെട്ടെന്ന് ഇത് ഞാൻ എഴുതി. ആരാ? ഞാൻ ബോത്തൊന്നും എഴുതിയാണ്. ഞാൻ അൽഫീന ഖാദർ, രണ്ടുപേരും. ഓ, ആദ്യമായിട്ട് ഒരാൾക്കല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ബോത്തൊന്നും എഴുതിക്കോ കാക്ക. ബോത്ത് തന്നെ. ഓക്കെ, ആൻസർ എന്തായാലും സെയിം ആയതുകൊണ്ട് പോയിന്റ് തരാം. ഇപ്പൊ എത്ര പോയിന്റ്? 4 point. അത് എങ്ങനെ എനിക്ക് പറഞ്ഞത്? അത് അങ്ങനെയാ സംഭവിച്ചേ. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് ഒരു ലവ് ഒന്നും അങ്ങനെ പറഞ്ഞില്ല. അങ്ങനല്ല, ഒരു മനസ്സിലായി, ഒരു കണക്ഷൻ അല്ലേ? കണക്ഷൻ മനസ്സിലായി. അതാണ് സംഭവിച്ചത്. ഫാക്ട് ആയിട്ട് കളവ് പറയുന്നല്ല, അങ്ങനെയാ സംഭവിച്ചത്. പക്ഷെ സാധാരണ ആരെങ്കിലും ഒരാൾ പ്രപ്പോസ് ചെയ്യണം, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ മുൻകൈ എടുത്തിട്ടാണ്. ഞാൻ അതിടെയാണ്. പക്ഷെ കൊള്ളാം, നൈസ്. അങ്ങനെയാണെങ്കിൽ ഷോർട്ട് ടെമ്പർ, പെട്ടെന്ന് ദേഷ്യം വരുന്നത്. ആർക്കാ? ഇതിനോ? അതെന്താ ഇക്കാക്ക എന്തെങ്കിലും പറയാണ്ടിരിക്കും? ദേഷ്യപ്പെടുന്ന സിറ്റുവേഷൻ? ദേഷ്യപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവൾക്ക് നേരത്തെ എല്ലാം പറയണം. നമ്മള് നേരത്തെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്കെല്ലാം ഇങ്ങനെ ചെയ്ത് വെക്കണം. എല്ലാം ഇവൾക്ക് പ്ലാൻ ആയിരിക്കും. എന്റെ ലൈഫ് അങ്ങനെയല്ലേ ഇല്ല. എനിക്ക് ഇടയ്ക്ക് വരാൻ വേണ്ടി ഡ്രസ്സ് എടുത്ത് വെക്കാൻ വേണ്ടി എനിക്ക് ചോദിക്കും ഏത് ഡ്രസ്സ് എടുത്ത് വെക്കേണ്ടത്. കപ്പൊന്നും പറയില്ല, ഞാൻ നോക്കിക്കോളാം. പിന്നെ ലാസ്റ്റ് നേരത്തെ ഇങ്ങനെ തല്ലി പിടിച്ച് എല്ലാം എടുത്തോണ്ട് വരും. അങ്ങനെ. ഓക്കെ, അപ്പൊ ശരിക്കും ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ കാര്യത്തിലാണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഈ വഴക്കിട്ടിരിക്കുമ്പോൾ ആദ്യം വന്ന് സോറി പറയുന്നത് ആരാ? ഇക്കാക്ക ആണോ? എന്താ ഇങ്ങോട്ട് തിരിച്ച് സോറി പറയാറില്ല? പെട്ടെന്ന് തന്നെ കാക്ക വന്നിട്ട് പോട്ടെ സാരമില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയും. എങ്ങനെ വന്നു? ഇപ്പൊ വഴക്കിട്ടിരിക്കുമ്പോ ഫസ്റ്റ് വന്ന് എന്ത് പറയും? ഞാന് പൊതുവേ ഞാൻ വിഷയങ്ങളിൽ ഇപ്പോൾ എവിടെ എന്ത് വിഷയം സംഭവിച്ചാൽ അത് പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് എൻ്റെ ഉണ്ടായ വിഷയങ്ങൾ ഞാൻ ആദ്യം പരിഹരിക്കുക എന്നുള്ളതാണല്ലോ ഞാൻ ആദ്യം ചെയ്യേണ്ടത്. എൻ്റെ വീട് ഞാൻ ആദ്യം നന്നാക്കുക എന്നുള്ളതാണ്. അപ്പം എൻ്റെ വിഷയങ്ങൾ ഞാൻ എന്നെ പരിഹരിക്കുക. ഞാൻ ഇവളോട് സോറി പോട്ടെ, ഒരു സോറി കൊണ്ടൊരു പ്രശ്നം തീരുന്നുണ്ടെങ്കിൽ അത് തീരട്ടെ. ഈഗോ ഞാൻ ഇപ്പോഴും എല്ലാവരോടും ഇപ്പൊ ഞാൻ കുറെ കേസ് ഹാൻഡിൽ ചെയ്യുന്നത്. ഞാൻ കല്യാണം കഴിക്കാതെ എത്രയോ കേസ് ഹാൻഡിൽ ചെയ്ത ഒരാളാണ്. അങ്ങനെ അല്ലെങ്കിൽ ഓഫീസിൽ കുറെ കേസ് വരും. എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഞാൻ അപ്പോഴൊക്കെ മനസ്സിലാക്കിയ ഒരു ഫാക്ട് എന്ന് പറയുന്നത് ഈഗോ. എന്തൊരു സോറി പറഞ്ഞ പ്രശ്നം? നമ്മുടെ വൈഫിനോടല്ലേ, നമ്മുടെ ഉമ്മയോടല്ലേ, നമ്മുടെ ഫാമിലിയോട് സോറി പറഞ്ഞ നമ്മുടെ ഫ്രണ്ട്സിനോടല്ലേ? പക്ഷെ ആൾക്കാർക്ക് ഇങ്ങനെ താന്ന് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. താന്ന് കൊടുത്തു തന്നെ വളർച്ച ഉണ്ടാവും, അല്ലാത്ത വളരില്ല. അല്ലാത്ത വളർന്നാൽ അത് പൊളിഞ്ഞു വീഴും. അതിനൊരു ലിമിറ്റ് ഉണ്ട്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. റൊമാൻറ്റിക്. ഓക്കെ, റൊമാൻറ്റിക്. മറ്റേ കാക്കിക്കുള്ളിലൊരു കലാകാരൻ എന്നൊക്കെ പറയുന്നത് ഞാൻ ഭയങ്കര റൊമാൻറ്റിക് അല്ലേ? എന്റെ പ്രേമ നാട്ടിൽ എല്ലാവർക്കും അറിയാം. ഞാൻ പിന്നെ നമ്മളുടെ ഒരു സ്ട്രെസ് ഫീൽഡാണ്, എന്റർടൈൻമെന്റ് ഏരിയ അല്ല. അപ്പൊ അവിടെ വേറെ എനിക്ക് എൻ്റെ വൈഫിനോടെങ്കിലും എനിക്ക് റൊമാൻറ്റിക് ആവാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് പൊതുസമൂഹത്തോട് എന്താ ഞാൻ പറയണ്ടേ? എനിക്ക് ഭാര്യയെ സ്നേഹിക്കണം, അവൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. റൊമാൻറ്റിക് ആവുമ്പോ എന്നെ തകർക്കുന്ന പരിപാടിയാണ് ഞങ്ങൾക്ക്. നിങ്ങൾക്ക് റൊമാൻറ്റിക് അറിയില്ല എന്നാ പറയുന്നത്? ആണോ? അങ്ങനൊന്നുമില്ല.
റൊമാൻറ്റിക് ഒക്കെ അറിയാം. അറിയാം. അല്ല, സ്നേഹം വരുമ്പോ ഇക്കാക്ക് എന്താ വിളിക്കാറ്? ബേബി. ബേബി. സത്യായിട്ടോ? അല്ല, ബേബി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോ ഞാൻ എന്റെ ഉമ്മാനെ വിളിക്കുന്നത് ജുബഡു എന്നാണ്. ജുബഡു എന്നുവെച്ചാ ഉമ്മാന്റെ പേര് സുബൈദ എന്നാണ്. ഞാൻ ക്ലോസ് ജുബഡു. അങ്ങനെ അറിയാം. ഐ ലവ് യു ജുബഡു എന്നൊക്കെ പറയും. അതേപോലെ ഐ ലവ് യു ബേബി. വിളിക്കാം ബേബി. എന്താ പ്ലീസ്. ഞാൻ കാണാം കാദർ കരിപ്പടിയുടെ റൊമാൻറ്റിക്. ഇത് പുറത്തു വരുമ്പോ ഇപ്പൊ ആൾക്കാർ പറയും ഇയാളല്ലല്ലോ ഞങ്ങള് കാദർ ഇങ്ങനെയല്ല. ബേബി എന്ന് എനിക്ക് വിളിക്കാൻ പറ്റിയ ഏറ്റവും വലിയ സ്പേസ് ഇവളാണ്. ഹായ് ബേബി. എന്താ പ്രശ്നം? കുട്ടിക്ക് ഭയങ്കര നാണ.